അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് ഇറങ്ങാൻ പോയല്ലോ. അപ്പം ഞാൻ റെഡിയായി. ഇനിയിപ്പം എവിടെ പോകേണ്ടതെന്ന് ഞാൻ മറൈൻ ഡ്രൈവിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം എറണാകുളത്ത് എനിക്ക് സ്ഥലങ്ങളൊന്നും പരിചയമില്ല. ഞാനിപ്പോൾ വന്നതിലൂടെ എനിക്കങ്ങനെ എവിടെ പരിചയമില്ല. അപ്പോൾ അടുത്തടുത്ത് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് കുറച്ചൊക്കെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ പോണത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചടുത്താണ് മറൈൻ ഡ്രൈവ് എന്നാണ് പറഞ്ഞത്. ഞാൻ മുൻപ് പോയിട്ടുണ്ട്, മറൈൻ ഡ്രൈവ് പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് പോണത്. അങ്ങനെ ഞാനിപ്പം മറൈൻ ഡ്രൈവിൽ പോണ വഴിക്ക് ബ്രോഡ്വേയിലും കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. കുഞ്ഞു കുഞ്ഞു ഷോപ്പിങ്ങൊക്കെ നടത്താമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുവാണ്. പിന്നെ നിങ്ങൾക്കാർക്കും അങ്ങനെ എന്നെ പരിചയമില്ലല്ലോ, ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. എൻ്റെ ശരിക്കുള്ള സ്ഥലം കാസർഗോഡാണ്. കാസർഗോഡിൽ നീലേശ്വരത്താണ് എൻ്റെ ശരിക്കും സ്ഥലം. പക്ഷേ ഇപ്പം ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത്. പിന്നെന്താ, പിന്നെ അത്രയ്ക്ക് തന്നെ ഉള്ളൂ. പിന്നെ പരിചയപ്പെടുത്താൻ വേറെ കുറേ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇനി കൂടുതലായിട്ട് നമുക്ക് പരിചയപ്പെടാം. പോകെ അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് പരിചയപ്പെടാം. അങ്ങനെ ഞാനിത് ഇവിടെ എത്തി. പിന്നെ നൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ നൈറ്റ് എവിടെയെങ്കിലുമൊക്കെ പോകണത്. എല്ലായിടത്തും കറങ്ങാനൊക്കെ എനിക്ക് നൈറ്റ് പോകണതാണ് ഇഷ്ടം. അങ്ങനെ പിന്നെ ഒരു ബോട്ടിൽ പോകണം എന്നൊക്കെയാണ് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നത്. ഒരു ബോട്ട് യാത്രയും കൂടെ നടത്തണമെന്നുണ്ട്. എല്ലാവരും ബോട്ടിൽ പോകുന്ന കാണുമ്പോൾ ഒരാഗ്രഹം മനസ്സിൽ. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോണത്. ഇനിയിപ്പം ബോട്ടിൻ്റെ ഉള്ളിൽ എന്താ അവസ്ഥ എന്നൊന്നും അറിയത്തില്ല, പോയി നോക്കട്ടെ. അപ്പോൾ പിന്നെ നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതും പോസ്റ്റ് ചെയ്യണതൊക്കെ, ഇങ്ങനെ വോയിസൊക്കെ റെക്കോർഡ് ചെയ്യണതും എല്ലാം ആദ്യമായിട്ടാണ്. എൻ്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈമാണ്. അപ്പം ഒത്തിരി കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. കാരണം എനിക്കിതിനെ പറ്റിയിട്ട് യാതൊരു ഐഡിയ ഇല്ല. അപ്പം എല്ലാവരും എന്നോട് ക്ഷമിക്കണം, എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം. നല്ല നല്ല കാര്യങ്ങൾ, ഉപദേശങ്ങൾ എല്ലാം നിങ്ങൾ തരണം എനിക്ക്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂടെ നിൽക്കണം. അങ്ങനെ ബോട്ട് പോകാൻ തുടങ്ങി കേട്ടോ. കുറേ സമയം കൊണ്ട് ബോട്ടിൽ കയറിയിട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ ബോട്ടിലധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ, ആൾക്കാരൊക്കെ കുറവാണ് ബോട്ടിൽ. കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ബോട്ടിലൊക്കെ പോകാൻ നല്ല വൈബായിരുന്നു. നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കേട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു വല്ലാത്തൊരു നല്ലൊരു ഫീലായിരുന്നു ഇങ്ങനെ പോകുമ്പോഴത്തേനും. പിന്നെ ഇവിടെ കൊച്ചിയിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്കങ്ങനെ പരിചയമില്ല. ഇനി ഇവിടെ എന്താ കാണാനുള്ളത്, നല്ല നല്ല സ്ഥലങ്ങൾ എവിടെയാണ്, എന്താ കാണാനുള്ളതെന്നും എനിക്കറിയില്ല. അങ്ങനെ ഇവിടെയുള്ള ആൾക്കാരാരെങ്കിലും കാണുവാണെങ്കിൽ ഇവിടെ അങ്ങനെ കാണാൻ പറ്റിയ സ്ഥലമൊക്കെ എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞു തരിക. എനിക്ക് പോയി കാണാൻ ആഗ്രഹമുണ്ട്. കാരണം ഞാനിപ്പം ഇവിടെ വന്നിട്ട് കുറച്ചേലായിട്ടുള്ളൂ. അപ്പം ഇവിടുത്തെ സ്ഥലങ്ങൾ, ഇപ്പം ഞാനിവിടെ താമസിക്കണമെങ്കിൽ എനിക്ക് ഇവിടെയൊക്കെ പോകാൻ എളുപ്പമുണ്ടല്ലോ. അപ്പം എനിക്ക് അതെല്ലാം പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ ആരെങ്കിലും കാണുവാണെങ്കിൽ അതൊന്ന് എനിക്ക് പറഞ്ഞു തരണം. പിന്നെ ഇനിയിപ്പം നൈറ്റ് ഇത്രയും സമയമായില്ലേ, ഞാൻ തിരിച്ച് വീട്ടിൽ പോവുകയാണ്.